ഡോക്ടർ സോയ ജോസഫ്, ഇതുപോലെ പരാതിയുമായി വരുന്ന ആളുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പോയ കാര്യം പറഞ്ഞില്ല, അന്നേരം നിളയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇമാതിരി തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് കോടതിക്കകത്തും പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പാത്രമാകേണ്ടി വരുന്നുണ്ട്. വലിയ തോതിൽ അവരെ ഡിമോറലൈസ് ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നാളെ ഒരാൾ പരാതിയുമായി വരുന്ന ഘട്ടത്തിൽ പോലും ഇത്തരം അപവാദങ്ങൾ കേൾക്കേണ്ടി വരുമല്ലോ എന്ന ഭയം അവരെ സംബന്ധിച്ചുണ്ടാവാം. കോടതി അക്കാര്യത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം സമൂഹം മാറുമോ? തീർച്ചയായും ഈ പറയുന്ന തരത്തിൽ ഒരു കേരളത്തിലെ നല്ലൊരു സാമാന്യ പുരുഷ ബോധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. കാരണം ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലായിടത്തും കാണുന്നതാണ്. കാരണം ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് അവൾക്കെതിരെ ഉണ്ടായ എന്തെങ്കിലും ക്രൈമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കുമ്പോൾ വലിയ സദാചാരബോധത്തിൻ്റെയും അല്ലെങ്കിൽ അവൾക്കുമേൽ വലിയ സദാചാരബോധത്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ ഉണർന്നിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒരു സാമാന്യ ബോധത്തിന് ചേരുന്നതല്ല എന്ന് പോലും ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത പുരുഷന്മാർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ കാര്യം ഇപ്പം കോടതിയുടെ തന്നെ വലിയ റൂളിംഗ് ഉണ്ട്. ഇവിടെ ഒരുപാട് വക്കീലുമാർ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഡിലേ എന്ന് പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമിൽ ഡിലേ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പരിഗണിക്കുന്ന ഒരു കാര്യമാണല്ലോ. അവർക്ക് എന്താണ് പറയാൻ തോന്നിയത് അത് പരിഗണിക്കണമെന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അത് അന്ന് പറഞ്ഞില്ല, അന്ന് അതിൽ കൂടുതൽ പറഞ്ഞില്ല എന്ന് പറയുന്നതിലൊന്നും എന്ത് ലോജിക്കാണ് അതിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി എന്ന് എല്ലാ ഘട്ടത്തിലും ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് ഈ സ്ത്രീ തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന വെർബൽ അബ്യൂസിങ്ങിനെ പറ്റിയും സൈബർ അറ്റാക്കിനെ പറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും സ്ത്രീകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ പേരുകൾ ഞങ്ങൾക്ക് പറയേണ്ടതില്ല, ഞങ്ങൾക്ക് പരാതികളില്ല, ഞങ്ങൾക്ക് ആർക്കും പുറമേക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് ആർക്കും SITയോട് സംസാരിക്കേണ്ടതില്ല, ഞങ്ങൾക്കിത് പോലീസിൽ തെളിവ് കൊടുക്കേണ്ടതില്ല, ഞങ്ങൾക്ക് പരാതി പറയേണ്ടതില്ല എന്നാണ് ഇതിൽ മാറ്റം ഉണ്ടാവുക. തനിക്കെതിരെ ഒരു ക്രൈം ഉണ്ടായി അത് തുറന്നു പറയാനുള്ള സാമൂഹ്യമായ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല. അതിന് കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാകുന്നില്ല. അതിന് പകരം ആരാണോ അത് പറഞ്ഞു വെക്കുന്നത് അവർക്കെതിരെയുള്ള കുറെ കൂടെ ഡിമോറലൈസ് ചെയ്യുന്ന, അവരുടെ മാനസികമായി അവരെ തളർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന ഒരു സംവിധാനമായി പോകുന്നു. പിന്നെ ഇവിടെ സംസാരിച്ച കുറെ ആളുകൾ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ പറ്റിയും അതിജീവിതയെ പറ്റിയും 2017 കേസിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഇപ്പോഴും ആ കേസിൽ ഏറ്റവും അവസാനം അതിന്റെ 1-ാം പ്രതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇവിടുത്തെ പ്രോസിക്യൂഷൻ കൊണ്ടുവച്ച വാദങ്ങളുടെ ഏറ്റവും ഫ്രിവലസ് ആയിട്ടുള്ള വളരെ സില്ലി ആയിട്ടുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൊണ്ടാണ് പലപ്പോഴും, കാരണം അതിജീവിതം തന്നെ തൻ്റെ ജീവന് പോലും ത്രെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ 1-ാം പ്രതിയെ പുറത്തേക്ക് വിടാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ പോലീസിനൊന്നും ഒരു ജാഗ്രത കുറവുമില്ല. അപ്പം ഇന്ന് പോലും ഇവിടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിൽ 25 പേരെ FIR ഇടുന്നു. അതിൽ കണ്ടാൽ അറിയാവുന്ന FIR-ൽ പോലും പേരിടാത്ത ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിൽ പോലീസിന് ഒരു ജാഗ്രത കുറവുമില്ല. ഈ ജാഗ്രത കുറവ് ഉണ്ടാക്കുന്നതാണ് പ്രിവിലേജ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. വിചാരണ നീട്ടിക്കൊണ്ടുപോവാൻ പ്രതിഭാഗം ശ്രമിക്കുന്നതിനെ കുറിച്ചും ആശങ്കയുണ്ട്. എങ്ങനെയാണ് ഒരു ക്രോസ് എക്സാമിനേഷൻ 6 മാസം പിന്നിടുക എന്ന് സുപ്രീം കോടതി പോലും ചോദിച്ച ഘട്ടം നമ്മൾ കണ്ടു. വിചാരണ അൺഎൻഡിംഗ് ആയി നീണ്ടുപോയാൽ പ്രതിക്ക് സ്വാഭാവികമായും ജാമ്യം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്.